ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്ന് മാർച്ച് മാസം 19 ബുധനാഴ്ച, നോമ്പിൽ 13-ാം ദിനം. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്താവിഷയം സെർവ് ലൈക്ക് ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ പോലെ സേവിക്കുക. അതിനാധാരമായി വിശുദ്ധ മർക്കോസ് സുവിശേഷം 10-ാം അധ്യായം അതിന് 45-ാമത്തെ വാക്യം. For even the Son of Man came not to be served, but to serve and to give his life as a ransom for many. മനുഷ്യപുത്രന് ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. യേശു കർത്താവിൻ്റെ മനോഹരമായ വാക്കുകളിൽ ഒന്നാണ് തൻ്റെ ശുശ്രൂഷ എന്താണെന്നും താൻ എന്തിനായിട്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നതെന്നും തൻ്റെ ദൗത്യത്തിൻ്റെ ഏറ്റവും കാതലായ വശം എന്താണെന്നും ഒക്കെ തെളിയിച്ച മനോഹരമായ വാക്കുകളിൽ ഒന്നാണിത്. നമ്മൾ അധിവസിക്കുന്ന ലോകം അധികാരത്തിനായും സ്വാർത്ഥതയ്ക്കും സ്ഥാനത്തിനുമൊക്കെയും പ്രാധാന്യം കൊടുക്കുമ്പോൾ അതിന് വിപരീതമായി യേശു കർത്താവ് കാണിച്ചു തരുന്ന ഒരു വലിയ മാതൃകയാണ് മർക്കോസ് സുവിശേഷം 10-ാം അധ്യായം 45-ാമത്തെ വാക്യം. ഒരു പക്ഷേ നമ്മുടെ പോലും ചില ധാരണകളെ മാറ്റിമറിക്കാൻ പ്രാപ്തിയുള്ള മനോഹരമായ ഒരു സൂക്തമായി നമ്മളതിനെ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഈ വാക്യത്തിൻ്റെ അർത്ഥവും ആഴവും അതിൻ്റെ തീവ്രതയും നമ്മൾ തിരിച്ചറിയണമെങ്കിൽ ഇതിൻ്റെ പശ്ചാത്തലം എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. മർക്കോസ് സുവിശേഷം 10-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, യാക്കോബും യോഹന്നാൻ എന്നിവർ യേശുവിനോട് അഭ്യർത്ഥിക്കുന്ന ഒരു ആഗ്രഹം അല്ലെങ്കിൽ അഭിലാഷമുണ്ട്. നിൻ്റെ വലത്തും നിൻ്റെ മഹത്വത്തിൽ ഞങ്ങൾ ഒരുത്തം നിൻ്റെ വലത്തും ഇടത്തും ഇരിപ്പാൻ വരം നൽകണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. മർക്കോസ് 10:37. അവരുടെ ഉള്ളിലുള്ള ഒരു ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ, യേശു ദൈവപുത്രനാണ് എന്ന് ഏറെക്കുറെ അവർ മനസ്സിലാക്കി കഴിഞ്ഞു. ഒപ്പം യേശു കർത്താവ് പറയുന്ന ആ ഒരു നിത്യമായ ജീവിതത്തെക്കുറിച്ചുള്ള ആ ഓർമ്മകളിൽ അവർക്ക് വലത്തും ഇടത്തും ഇരിക്കാൻ അവകാശം ലഭിച്ചാൽ ഈ ഭൂമിയിൽ ഞങ്ങൾ എങ്ങനെയായിരിക്കുന്നു അതേപോലെ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ലൈഫ് ഞങ്ങൾക്ക് തുടർന്നും ലഭിക്കുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷയാണ് അവരെ വല്ലാതെ ഒരു ആശങ്കയുടെ തുരുത്തിലെത്തിച്ചിരിക്കുന്നത്. അവരുടെ ആശങ്ക ഞങ്ങൾക്ക് ഇതുപോലൊരു ജീവിതം തുടർന്ന് ലഭിക്കുമോ എന്നുള്ളതാണ്. അതിനുവേണ്ടി നേരത്തെ തന്നെ ഒരു പ്രീ ബുക്കിംഗ് സംവിധാനം അവർ അതിനായി ഒരുക്കുകയാണ്. എന്നാൽ ഈ അഭിലാഷങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സ്വാർത്ഥതയെ നിർണ്ണയിക്കുന്നതാണ്. ആഗ്രഹവും അഭിലാഷവും രണ്ടും രണ്ടാണ്. അഭിലാഷങ്ങളിൽ മനസ്സു കുരുങ്ങിക്കിടക്കുന്ന ഒരുപാട് മനുഷ്യർ അധിവസിക്കുന്ന ഈ ലോകത്തിലാണ് നമ്മളൊക്കെയും ജീവിക്കുന്നത്. സ്വാഭാവികമായിട്ടും അഭിലാഷത്തിൻ്റെ അനുരണനങ്ങൾ നമ്മളിലും പ്രകടമാകും. അത് നമ്മളെന്ന വ്യക്തിത്വത്തെ വല്ലാതെ ഉലച്ച കളയും. നമ്മുടെ ദൗത്യം എന്താണ്, നമ്മുടെ നിയോഗം എന്താണ്, ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെ പോലും മാറ്റിമറിക്കാൻ അത് കാരണമായി തീരും. യേശു കർത്താവ് ഇവർക്ക് നൽകുന്ന മറുപടി വളരെ വ്യത്യസ്തമാണ്. യേശു കർത്താവ് പറയുന്ന രാജ്യമെന്ന് പറയുന്ന അധികാരത്തിൻ്റെയോ കീഴടക്കത്തിൻ്റെയോ ആക്രമണത്തിൻ്റെയോ രാജ്യമല്ല, മറിച്ച് സേവനത്തിൻ്റെ രാജ്യമാണ്. ഇറ്റ്സ് എ കിങ്ഡം ഓഫ് സർവീസ് എന്നാണ് യേശു കർത്താവ് പറയുന്നത്. യേശു കർത്താവ് അവർക്കൊരു പുതിയ മാതൃക കൂടെ കൊടുക്കുകയാണ്. നിങ്ങൾ ഇടത്തും വലത്തും ഇരുന്ന് ആളാകാനല്ല ശ്രമിക്കേണ്ടത്, മറിച്ച് നിങ്ങളിൽ വലിയവനാകാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവരെയും സേവിക്കേണ്ടവനായി മാറണം, എല്ലാവരെയും ശുശ്രൂഷിക്കുന്നവനായി മാറണം. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ഇത്തരണത്തിലല്ല കാണേണ്ടത് എന്നും സേവനമെന്ന് പറയുന്ന ഒരു തലത്തിൽ മാത്രമാണ് ജീവിതത്തെ ദർശിക്കേണ്ടതെന്നും വളരെ മനോഹരമായി യേശു കർത്താവ് പറയുക. യേശു കർത്താവിൻ്റെ സേവനം നമുക്ക് അവനെ പിന്തുടരാനുള്ള ഒരു വലിയ മാതൃക വെച്ച് തന്നിട്ടുണ്ട്. എങ്ങനെയാണ് അവൻ തൻ്റെ സേവനം നിർവഹിച്ചെന്ന് ചോദിച്ചാൽ എളിമയോടുകൂടെ സേവിച്ചു എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. യോഹന്നാൻ 13:5 പറയുന്നത്, അവൻ
ശിഷ്യന്മാരുടെ കാല് കഴുകിയപ്പോൾ ഒരു രാജാവിൻ്റെ പോലെ തന്നെ ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു ദാസനെ പോലെ ജീവിക്കുക. കാരണം ദൈവപുത്രൻ എന്ന് പറയുന്നൊരു ഭാരം അത് വലുതാണ്, നമ്മൾ ചിന്തിക്കുന്നതിന് നിലയ്ക്കുന്നതിനപ്പുറമാണ്. എന്നാൽ അവൻ വളരെ സാധാരണക്കാരനായി ജീവിച്ചു എന്നത് നമുക്ക് വലിയൊരു മാതൃകയാണ്. 2, അവൻ സ്നേഹത്തോടെ സേവിച്ചു. ലൂക്കോസ് 10:25-37 വാക്യങ്ങൾ ശമരിയ സ്ത്രീയോട് കരുണ കാണിക്കുന്നതായി നമ്മൾ കാണുന്നത്. അവിടെ ഒരു കർത്തൃത്വമല്ല, അതിനപ്പുറമായി സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഉദാത്ത മാതൃകയായി മാറുകയാണ്. 3, അവൻ ത്യാഗപരമായാണ് സേവിക്കുന്നത്. കാരണം ഫിലിപ്പിയർ 2:6-8 വരെ കൊണ്ട് കുരിശുമരണത്തെക്കുറിച്ച് വിവരിക്കുക. യേശു തൻ്റെ സേവനം തൻ്റെ ജീവന് സമർപ്പിക്കുന്നത് വരെ തുടർന്നു എന്നാണ് അവിടെ കാണുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും നമ്മൾ എളിമയോടുകൂടെ സേവിക്കുവാനും സ്നേഹത്തോടെ സേവിക്കുവാനും ത്യാഗപരമായി സേവിക്കുവാനും നമുക്ക് സാധ്യമാകണം. ക്രിസ്തുവിനെ പോലെ സേവിക്കേണ്ടത് എവിടെയാണ്, എങ്ങനെയാണ്? ഈ ഒരു ചോദ്യത്തിനും കൂടെ നമ്മൾ ഉത്തരം പറയുമ്പോഴാണ് ഇതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവും. 1, കുടുംബത്തിൽ പരസ്പരം സഹായിക്കുന്നവരായി മാറണം. മാതാപിതാക്കൾ കുട്ടികളെയും കുട്ടികൾ മാതാപിതാക്കളെ സ്നേഹത്തോടെ സേവിക്കാൻ കഴിയണം. അതൊരു വലിയ മാതൃക. ഇന്ന് അത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. 2, സഭയിൽ സ്വന്തം സഭയെ സ്നേഹിക്കാൻ കഴിയണം. പരസ്പരമുള്ള മത്സരങ്ങളെല്ലാം ഒഴിവാക്കി യേശുവിൻ്റെ വഴിയിൽ കൂടെ നടക്കാനുള്ള മനഃപൂർവ്വമായ പരിശ്രമം ഉണ്ടാകുമ്പോഴാണ് സഭയെ നമുക്ക് സേവിക്കാൻ കഴിയുന്നത്. 3, സമൂഹത്തിൽ ദരിദ്രരും നിരസിക്കപ്പെട്ട ആളുകളെ അല്ലെങ്കിൽ പുറത്താക്കപ്പെട്ട ആളുകളെയും സഹായിക്കാൻ കഴിയണം. മത്തായിയുടെ സുവിശേഷം 25:35-40 വരെയുള്ള വാക്യങ്ങൾ പറയുന്ന പോലെ വിശന്നിരിക്കുന്ന അവസ്ഥയിലും അവരെ കരുതുവാനുള്ളൊരു മനോഭാവം നമുക്ക് ഉണ്ടാവേണ്ടത് വളരെ ആവശ്യമാണ്. ഈ ഒരു വർത്തമാന കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ ക്രിസ്തുവിനെ പോലെ നമുക്കെങ്ങനെയാണ് സേവിക്കാൻ കഴിയുന്നത്? ഈ ലോകത്തിൻ്റെ മായ ചിന്തകളോടൊപ്പം തന്നെ നമുക്കെങ്ങനെയാണ് ക്രിസ്തുവിനെ സേവിക്കാൻ കഴിയുന്നത്? 3 കാര്യങ്ങൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. 1, സ്വാർത്ഥത ഒഴിവാക്കുക. നമ്മുടെ മനസ്സിന് വല്ലാതെ ഇല്ലായ്മ ചെയ്യുന്ന ഒന്നാണ് സ്വാർത്ഥത. എനിക്ക്, ഞാൻ എന്ന ഭാവമാണത്. ഹൃദയം കൊണ്ട് സേവിക്കാൻ കഴിയണം. അത് ഹൃദയം ഒരു അലിവിൻ്റെ ആർദ്രതയുടെ ഇടമായിട്ടാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഹൃദയം കൊണ്ട് സേവിക്കാൻ കഴിയണം. 2, അധികാരം തേടാതെ കർത്താവിൻ്റെ രാജ്യത്തിനായിട്ട് പ്രവർത്തിക്കുക. അധികാരമല്ല സേവനത്തിന് മാനദണ്ഡം, മറിച്ച് ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് ഔദാര്യമായി സേവിക്കാൻ കഴിയുന്നതാണ് ഏറ്റവും മനോഹരമായ തലം. 3, സ്വന്തം പ്രശസ്തിയല്ല, ദൈവത്തിൻ്റെ മഹത്വം മുഖ്യമായിരിക്കണം. ചിലർ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം നമുക്ക് വേണ്ടിയാണ്, നമ്മളുടെ മഹത്വത്തിന് വേണ്ടിയാണ്. ഞാനത് ചെയ്തു, ഞാനിത് ചെയ്തു, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആളുകൾ ഇനി പറഞ്ഞുകൊണ്ടേയിരിക്കും. അതല്ല, കർത്താവേ ഞാനല്ല, എന്നിലൂടെ നീ വേണം മഹത്വപ്പെടാനെന്നുള്ളൊരു മനോഭാവം ഉണ്ടാകുമ്പോഴാണ് നമ്മളൊക്കെ യഥാർത്ഥ സേവകരായി മാറുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുക. ക്രിസ്തുവിനെ പോലെ സേവിക്കുന്നത് തന്നെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അർത്ഥവും ആഴവും മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അവൻ്റെ വഴിയിൽ അവൻ്റെ സേവകരായി നിലനിൽക്കുമ്പോൾ തന്നെ ആ സേവനം മറ്റുള്ളവരിലേക്ക് എത്തപ്പെടും. അതുകൊണ്ട് ഈ നാളുകളിൽ ക്രിസ്തുവിനെ പോലെ സേവിക്കാൻ കഴിയും. സെർവ് ലൈക്ക് ക്രൈസ്റ്റ് എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ധർമ്മമായി നമ്മൾ ഏറ്റെടുക്കണം. നമ്മൾ ആരും വലിയവരാകാൻ വേണ്ടിയല്ല, ദാസന്മാരാകാൻ വേണ്ടിയാണ് ക്രിസ്തു നമ്മെ വിളിച്ചിരിക്കുന്നത്. ആ സെർവൻഹുഡ് മനോഭാവത്തോടുകൂടെ ജീവിക്കാൻ തയ്യാറായ ഒരു പുതിയ ജീവിത അനുഭവത്തിനെത്തും. എപ്പോഴും ഓർക്കുക, അപരൻ്റെ മുഖത്ത് വിടർന്ന പുഞ്ചിരിയേക്കാൾ മനോഹരമായതൊന്നും ദൈവം നമുക്ക് നൽകിയിട്ടില്ല. അത് നമ്മുടെ സേവനത്തിലൂടെയാണ് സാധ്യമാകുന്നത്. അപരൻ്റെ മുഖത്ത് ചിരി വിടർത്തുവാൻ കഴിയുന്ന, ഒരു പുഞ്ചിരി വിടർത്തുവാൻ കഴിയുന്ന, ഒരു കനിവിൻ്റെ നനവ് പടർത്തുവാൻ കഴിയുന്ന ഒരു ജീവിതമാണ് ക്രിസ്തു നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനായിട്ടാണ് അവൻ നമ്മെ നിർബന്ധിക്കുന്നത്. ഈ നോമ്പ് കാലത്ത് ആ നിർബന്ധമേറ്റെടുത്തവരായി നമുക്ക് ജീവിക്കുവാൻ സാധ്യമാകട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, മറ്റുള്ളവരെ സേവിക്കാനുള്ള നിയോഗത്തെ ഞങ്ങൾ കേട്ടുവല്ലോ. മനസ്സ് തുറന്ന് ഉപാധികളില്ലാതെ സേവിക്കുവാൻ, സ്വാർത്ഥരഹിതമായി ഞങ്ങൾ സേവിക്കുവാൻ, അധികാരം തേടാതെ സേവിക്കുവാൻ, സ്വന്തം പ്രശസ്തിക്കപ്പുറമായി അങ്ങയുടെ മഹത്വത്തിനായി പ്രവർത്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിനുള്ള കൃപയും ശക്തിയും ഞങ്ങൾക്ക് പകർന്നു നൽകണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയും ഈ ആചരി ശ്രദ്ധ വെച്ച് കേട്ടതിനായി സ്തോത്രം. യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ,
ആമേൻ. എല്ലാവർക്കും ഒരു ശുഭദിനം നേരും.